നാളെ രാവിലെ പിള്ളയുടെ കാഹളം പുറത്തിറങ്ങുന്നതിന് മുമ്പ് നമ്മുടെ കാഹളം വായനക്കാരന്റെ കയ്യിൽ എത്തിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. മുഴുവൻ മാറ്ററുണ്ട് സാർ. കാലക്കി ഒറിജിനൽ കാഹളം ഏതാണെന്ന് പിള്ളയ്ക്ക് പോലും മനസ്സിലാവില്ല. പത്രാധിപരുടെ കുമ്പസാരം. കാഹളം പത്രത്തിന്റെ പത്രാധിപരും ഉടമസ്ഥനുമായ ഞാൻ OC പിള്ള ഈ പത്രത്തിന്റെ മാന്യ വായനക്കാരോട് നടത്തുന്ന കുമ്പസാരം. കുറെ നാളുകളായി എന്റെ മനസാക്ഷിയെ വല്ലാതെ നോവിപ്പിക്കുന്ന ചില സത്യങ്ങൾ നിങ്ങളോട് ബോധിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വെറും ഒരു 4-കിട അശ്ലീല വാരികയായി തുടങ്ങി ക്രമേണ ഇതൊരു പത്രമായി വളർന്നത് എന്റെ അധ്വാനം കൊണ്ടല്ല, മറിച്ച് സമൂഹത്തിന്റെ ഉന്നത സ്ഥാനങ്ങൾ കൈയാളുന്ന മാന്യ വ്യക്തികളുടെയും ധർമ്മ സ്ഥാപനങ്ങളുടെയും പേരിൽ മോശമായ കള്ളക്കഥകൾ കെട്ടിച്ചമച്ചെഴുതുകയും അതിന് പ്രതിഫലമായി ഞാൻ വാങ്ങിച്ചു കൂട്ടിയ പണവും ഉപയോഗിച്ചാണ്. ഇന്ന് ഞാൻ നടത്തുന്ന കള്ളക്കടത്ത്, കള്ളവാറ്റ്, കരിഞ്ചന്ത, പെൺവാണിഭം തുടങ്ങിയ രഹസ്യങ്ങൾ മൂടിവെക്കാൻ എനിക്കൊരു മറ മാത്രമാണ് ഈ പത്രം. അയ്യോ, ഇനി ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. കള്ളവാറ്റ്, കരിഞ്ചന്ത പോരാത്തതിന് പെൺവാണിഭം കൂടി നടത്തിയെന്ന് എഴുതിയിരിക്കുന്നത്. എന്റെ അമ്മോ, എന്റെ പത്രത്തിൽ തന്നെ എന്നെ കുറിച്ച് എഴുതിയല്ലോ. നിന്നെ സാറിന് വേണ്ടിയാ ഞാനിതൊക്കെ ചെയ്തത്. ഇപ്പൊ അത് എന്നെ തന്നെ തിരിഞ്ഞു കളിക്കാൻ തുടങ്ങി. എന്റെ പൊന്നു സാറേ, ഇമാതിരി കളിക്കാൻ എനിക്ക് വയ്യ. തന്റെ പത്രത്തിൽ തന്നെ ഇതെങ്ങനെ പ്രിന്റ് ചെയ്തു വന്നാ ഞാൻ ആലോചിക്കുന്നു. ആലോചിക്കാനൊന്നുമില്ല. അവൻ ഇതല്ല ഇതിലപ്പുറവും ചെയ്യും. എടുക്കണോ? ഹലോ, കാഹളം OC പിള്ള ഹിയർ. എന്നെ മനസ്സിലായില്ലേ? അനന്തൻ, ഡോക്ടർ അനന്തൻ. അയ്യോ, അവനാ അനന്തൻ. അപാര ഗഡ്സ് തന്നെയാ പിള്ളേച്ചത് എനിക്ക്. ഇത്രയും പച്ചയായ എക്സ്പോഷർ, അതും തന്നെ കുറിച്ച് തന്നെ. യഥാർത്ഥ പത്രധർമ്മത്തിന്റെ സ്പിരിറ്റ് ഉൾക്കൊണ്ടവനാതാൻ. എങ്കിലും ഈ നാട്ടിലെ ജനങ്ങൾ തന്നെ കുറിച്ച് ധരിച്ചു വെച്ചിരിക്കുന്നതിന് ഇങ്ങനെ അടിവരയിട്ട് ഉറപ്പിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ പിള്ളേച്ച? ഇനി ഇത്തരം ചെറ്റത്തരങ്ങൾ കാണിച്ചാലുണ്ടല്ലോ അതിനേക്കാളും വലിയ ചെറ്റയാകാനും എനിക്കറിയാം കേട്ടോ. ഓക്കെ. എന്താണോ അവൻ പറഞ്ഞത്? എന്തൊക്കെയാ ഫോൺ എടുത്തോടെ അവരെന്നെ വിളിച്ചത്. പിന്നെ പറഞ്ഞതൊന്നും പുറത്ത് പറയാൻ കൊള്ളില്ല. നിന്ന് മോങ്ങാതെ പത്രങ്ങളൊക്കെ വിറ്റഴിയും മുമ്പേ കടകളിൽ ചെന്ന് തിരിച്ച് വാങ്ങിക്കണോ? ഡോക്ടർ, എന്താ? തിയേറ്റർ റെഡി. എന്താ, സുഖമില്ലേ? ഒന്നുമില്ല, ഒരു തലവേദന. ഐ വിൽ കം. What the hell are you doing? നളിനി സിസ്റ്ററെ, ഒന്ന് കാണാൻ വേണ്ടിയാ ഈ തിരക്ക് പിടിച്ച സമയത്ത് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഞാനും ആലോചിക്കായിരുന്നു. തിരക്ക്, പാർട്ടി, പോലീസ്, ഒരിടത്ത് കേസാണെങ്കിൽ മറ്റൊരിടത്ത് ജോലിക്കാര്യം. അല്ല, വിശ്വം പറഞ്ഞയച്ചു എന്ന് പറഞ്ഞാ ഒരു മന്ത്രിയും പോലീസും എതിര് പറയില്ല. ഇപ്പൊ നളിനിയുടെ കാര്യം തന്നെ എടുക്കാം. ആളിയന്റെ അടുത്ത് എത്ര റെക്കമെൻഡേഷൻ വന്നതാ? ഡോക്ടർ, ഇപ്പൊ ഓപ്പറേഷൻ കഴിഞ്ഞ രോഗി വല്ലാത്ത വേദനയാണെന്ന് പറഞ്ഞ് കരയുന്നു. ഒരു ഇഞ്ചക്ഷൻ കൊടുക്കുക. ഞാൻ ഒരു 10 മിനിറ്റ് കഴിഞ്ഞു. ഓക്കെ. അയ്യോ, എനിക്ക് വയ്യേ. എന്തിനാ എങ്ങനെ കിടന്ന് തൊണ്ട തുറക്കുന്നത്? ഇഞ്ചക്ഷൻ ചെയ്തിട്ടുണ്ട്, വേദന കുറയും. വാട്ട് നോൺസെൻസ് ആർ യു ടോക്കിംഗ്? മാറ്. എന്താ, വേദന ഉണ്ടോ? വേദനയുണ്ട് ഡോക്ടർ. അമ്മ.
അമ്മേ Immediately take an X-ray of the abdomen. My God. What? പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തേ നോക്കൂ, അല്ലെങ്കിൽ ആകെ പ്രശ്നമാവും. For heaven's sake, let us do something. Yes, we have to open it. ഒന്ന് രണ്ട് മണിക്കൂറുകൾക്ക് മുമ്പ് ഓപ്പറേഷൻ നടത്തിയ ഒരു രോഗിയെ വീണ്ടും ഓപ്പറേഷൻ നടത്തണമെന്ന് പറഞ്ഞതിന്റെ കാര്യം പറഞ്ഞാൽ കൊള്ളാം. അത് പിന്നെ വീണ്ടും ഒന്ന് പരിശോധിച്ചപ്പോ ഒരു ചെറിയ എന്താ ഡോക്ടർക്ക് മറുപടി പറയാൻ കിട്ടുന്നില്ല അല്ലേ? എന്നാ ഞാൻ തന്നെ പറയാം, ചെറിയ ഒരു കയ്യബദ്ധം അല്ലേ? മാറണോ, നമുക്ക് പിന്നെ സംസാരിക്കാം. ഇനിയും വൈകിയാ പിന്നെ മരിക്കും അല്ലേ? സോറി, നിങ്ങളുടെ കൈ കൊണ്ട് വീണ്ടും ഒരു പരീക്ഷണത്തിന് ഞങ്ങളില്ല. എന്റെ അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചാൽ എന്റെ അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചാൽ നിന്നെ നിങ്ങൾ എന്തായി കളിക്കുന്നത്? ഇയാൾ എന്റെ അച്ഛനെ ഓപ്പറേഷൻ ചെയ്യണ്ട. ഇദ്ദേഹം തന്നെയല്ലേ ഇതിന് മുമ്പ് ഓപ്പറേറ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെയാണല്ലോ വല്ല കത്തിയും കോടാലിയൊക്കെ വെച്ച് കുത്തി തയ്ച്ചത്. 24 മണിക്കൂർ വെള്ളം അടിച്ച് നടക്കുന്ന ഈ തെണ്ടിയെ ഞാൻ ഒരബദ്ധം പറ്റിയെന്നുള്ളത് ശരിയാണ്. എന്ന് കരുതി ഒരു ഡോക്ടറുടെ കഴിവുകൾ നഷ്ടപ്പെട്ടു എന്നല്ല അതിനർത്ഥം. ഇതിനു മുമ്പ് ഇവിടെ പല ഓപ്പറേഷൻ നടന്നിട്ടുണ്ട്. അതൊക്കെ ഡോക്ടർ നന്ദകുമാറാണ് ചെയ്ത്, അതൊക്കെ സക്സസ് ആയിട്ടുണ്ട്. ഒക്കെ ശരിയാണ് ഡോക്ടർ. ഇതിപ്പോ നിങ്ങൾക്ക് ഒരു കയ്യബദ്ധം. മരിച്ചു കഴിഞ്ഞാൽ വിധി എന്ന് പറഞ്ഞ് നിങ്ങൾ എഴുതിത്തള്ളും. ഇതൊക്കെ തന്നെയല്ലേ എല്ലാ ഹോസ്പിറ്റലിൽ നടക്കുന്നത്. നഷ്ടപ്പെടുന്നത് നിങ്ങൾക്കല്ല, എനിക്കാണ്, എന്റെ അച്ഛൻ. ഒരു മകന്റെ വികാരം മനസ്സിലായിക്കൊണ്ട് തന്നെ പറയാണ്, തർക്കിച്ച് നിൽക്കാനുള്ള സമയമല്ലേ ഇത്. ഉടനെ ഓപ്പറേഷൻ ചെയ്തില്ലെങ്കിൽ എന്ത് വന്നാലും ഡോക്ടർ നന്ദകുമാറിനെ കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഡോക്ടർക്ക് പറ്റുമോ? അല്ലെങ്കിൽ വേണ്ട, മറ്റേതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് ഞങ്ങൾ കൊണ്ടുപോയിക്കോളാം. പക്ഷേ ഒരു കാര്യം, നിങ്ങളെ ഞങ്ങൾ വെറുതെ വിടില്ല. ഒരു ജീവനെ നിങ്ങൾ ഉത്തരം പറയേണ്ടി വരും.